AKT എന്ന പ്രസ്ഥാനത്തില് മെമ്പർഷിപ്പ് എടുത്ത് എൻ്റെ നാടായിട്ടുള്ള ചെമ്പഴന്തിയിൽ ഒരു യൂണിറ്റ് കമ്മിറ്റി AKTയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് രൂപം നൽകി. കെട്ടിടം പുതിയതായിട്ട് മേടിച്ച് അതുവഴി ഒത്തിരി അംഗങ്ങളെ തയ്യൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വിടുന്നതോടൊപ്പം ഇന്ന് 50-ലധികം അംഗങ്ങൾ ഇവിടെ പഠിച്ച വർക്ക് തന്നെ പൂർത്തീകരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിക്കൊണ്ട് നമ്മുടെ തലത്തിൽ നിന്ന് കട്ടിങ്ങുകൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തയ്ച്ച് കൊണ്ടുവരുന്നവരും ഈ ഓഫീസിൽ തന്നെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ഷിഫ്റ്റും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ മറ്റൊരു ഷിഫ്റ്റും കൂടി 30 സഹോദരങ്ങൾ ഇവിടെ ഇരുന്നും തയ്ച്ച് ജീവിക്കുക. അതുവഴി തുടർന്നും ജില്ലയുടെ ഒത്തിരി സഹോദരങ്ങൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ പ്രക്രിയകൾ ഒരുക്കുന്നതോടൊപ്പം വെൽക്കോം എന്ന സോഫ്റ്റ്വെയർ കമ്പനി വിലക്ക് മേടിച്ച് ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് തയ്യൽ കട എന്നത് മാറി ഓട്ടിങ്ങുകളിലേക്ക് മാറുന്നതിന് അതിനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീന്റെ പരിശീലനവും അതിന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തനവും കൊടുത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധം ഒരു വർഗ സംഘടനയായിട്ടുള്ള AKTക്ക് കഴിയണം. എന്റെ സംഘടനയോട് എനിക്ക് എന്നും നന്ദിയും കടപ്പാടുമാണുള്ളത്. എന്നെ സംബന്ധിച്ച് ഈ തൊഴിലിനെ കുറിച്ചും പറയുമ്പോൾ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കാലഘട്ടത്തിൽ ഒരു തൊഴിൽ അനിവാര്യമാണ് എന്ന് തോന്നിയപ്പോൾ അന്ന് ജീവിത സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ മറ്റു തൊഴിൽ മേഖലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു തൊഴിലാണ് എന്ന് തയ്യൽ തൊഴിൽ എന്ന് തിരിച്ചറിയാൻ കഴിയും. ആ കാലഘട്ടത്തിൽ തന്നെ തയ്യൽ തൊഴിൽ തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് സ്വന്തമായി ചെയ്യാനുള്ള ശേഷിയുണ്ടായി. ആ ഏതാണ്ട് 86 കാലഘട്ടത്തിൽ എറണാകുളത്ത് ആരംഭിച്ച് കൊല്ലം ജില്ലയിൽ പ്രവർത്തനം നടത്തുന്നത് അറിയാൻ കഴിഞ്ഞു. ആ സംഘടനയുടെ പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ നേതൃത്വത്തോട് ബന്ധപ്പെടുകയും ഞാൻ അധിവസിക്കുന്ന പ്രദേശത്ത് ഒരു യൂണിറ്റ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അന്ന് ആ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്താൻ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ കടന്നു. തുടർന്ന് കൊട്ടിയം ഏരിയ സെക്രട്ടറിയായി ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു. 2005 കണ്ണൂർ സംഭവത്തിന് ശേഷം ഇന്നത്തെ ജനറൽ സെക്രട്ടറി അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി മാറിയപ്പോൾ അന്ന് മുതൽ കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. ഈ കാലയളവിലുടനീളം നമ്മുടെ സംഘടനയുടെ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ 2005 കൊല്ലം ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. 2006 തുടങ്ങിയ ട്രസ്റ്റിൽ അന്ന് മുതൽ അതിന് ഡയറക്ടർ ആകാൻ കഴിയും. സ്വാഭാവികമായും ആ സംഘടനാ പ്രവർത്തനത്തിൽ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും കുറേയേറെ അനുഭവങ്ങൾ ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ എനിക്ക് നേടാൻ കഴിയും. 2013 നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടം സംവിധാനം കേരളത്തിൽ പ്രകടമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ സ്ത്രീ തൊഴിലാളികളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് മുഖ്യ പരിഗണന നമുക്കുമാകാമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അന്ന് കൊല്ലം ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും നബാർഡിന്റെ നേതൃത്വത്തിൽ ഒരു വിളിച്ചു ചേർത്ത ഒരു പഠന ക്ലാസ് അതിലൂടെ ഉയർന്നു വന്ന ഒരു ആശയമാണ് AKT സ്വയം സഹായ സംഘം. ഇന്ന് ആ ഏറ്റെടുത്ത സ്വയം സഹായ സംഘം ആദ്യമായി കൊല്ലം ജില്ലയിൽ തുടങ്ങി അതിന്റെ പ്രവർത്തനം കേരളത്തിലെ 14 ജില്ലയിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രമകരമായ ഇടപെടൽ ഇന്ന് വലിയ ഒരു വളർച്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ആ പ്രവർത്തനവും ഇതിനെയും ഞങ്ങളിൽ താരണവും ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും ശിരസാവഹിച്ചുകൊണ്ട് ഏറ്റവും അഭിമാനബോധത്തോടുകൂടി കാണുന്ന എന്റെ സംഘടനാ പദവിയും എന്റെ പ്രവർത്തനവുമാണ്. തീർച്ചയായും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഇന്ന് കേരളത്തിൽ 4 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് ജീവിതത്തിന്റെ അത്താണിയായി മാറാൻ ഈ സംഘടനയ്ക്ക് കഴിയും. വളരെ വ്യക്തമായ ഒരു ആശയം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത് എന്ത് ദിശയിലായിരിക്കണം, ഏതാശയത്തിലായിരിക്കണം, വളരെ മാതൃകാപരമായി നമ്മൾ പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വരുന്ന തൊഴിലാളിയെ ഏതറ്റം വരെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ഒരു പ്രസ്ഥാനം നിലകൊള്ളുന്നു എന്ന ആധികാരികത ഈ സംഘടനയ്ക്കുണ്ട്. തീർച്ചയായും അഭിമാനബോധത്തോടുകൂടി നമ്മൾ കാണുമ്പോൾ ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വരുന്ന ഏതൊരു തൊഴിലാളിയെ സംബന്ധിച്ചും മരണം വരെ സംരക്ഷണം കൊടുക്കുന്ന വിവിധ പദ്ധതികളിലൂടെയാണ് ഈ സംഘടനാ പ്രവർത്തനം കടന്നു പോകുന്നത്. തീർച്ചയായും നമ്മൾ അഭിമാന ബോധത്തോടുകൂടി ഇതിനെ കാണുമ്പോൾ തീർച്ചയായും ഇതിനെല്ലാം നേതൃത്വപരമായി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ വിലമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹപൂർവ്വം NC എന്ന് വിളിക്കുന്നെങ്കിലും NC വാഗമൺ എന്ന അദ്ദേഹം ഈ സംഘടനയ്ക്ക് 2005 ശേഷം കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി ഇതിന്റെ സംസ്ഥാന നേതൃത്വം ഒരേ മനസ്സോടുകൂടി ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിൽ നിന്ന് മറ്റു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന്
വളരെ കൂടുതൽ വളർത്തിയെടുക്കാനും തൊഴിലാളികൾക്കാകെ സംരക്ഷണം കൊടുക്കുവാനും കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റെന്തിനേക്കാൾ കൂടുതൽ അഭിമാനബോധത്തോടുകൂടി ഈ സംഘടനാ പ്രവർത്തനം അതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന എന്നെ സംബന്ധിച്ച് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. മരണം വരെ ഈ പ്രവർത്തനം ശക്തിയോടുകൂടി കേരള സംസ്ഥാനത്തിൽ നിലനിർത്താൻ എനിക്കും എന്റെ പ്രവർത്തനത്തിലൂടെ കഴിയുമെന്ന് ഞാൻ ആത്മവിശ്വാസവും പുലർന്നു. ഈ പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് മാറുന്ന കാലഘട്ടത്തിലെ ആധുനികമായ വസ്ത്രനിർമ്മാണം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി AKT ചാരിറ്റബിൾ ട്രസ്റ്റും റോട്ടറി ക്ലബ്ബുകളും സംയുക്തമായി നടത്തുന്ന പരിശീലന സംരംഭമാണ്. നമ്മൾ ഇത് പരിശീലിപ്പിച്ചു കൊടുത്ത് അവരെ ഒരു വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റി കൊടുത്താൽ റോട്ടറിയുടെ സഹായത്തോടുകൂടി ഇവർക്ക് തൊഴിലുപകരണങ്ങൾ കൊടുത്ത് ഇവർക്ക് നിത്യമായ ഒരു വരുമാനം കിട്ടത്തക്ക ഈ കാലഘട്ടത്തിന്റെ തയ്യൽ തൊഴിലാളികളായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ട്രസ്റ്റ് ഇത്രയും 15 മെഷീനും ഇതിനു വേണ്ടുന്ന ഇവിടെ എല്ലാ തുണികളും നൂലുകളും എല്ലാ കാര്യങ്ങളും സൗജന്യമായി തന്നെ ഇവിടെ ചെയ്ത് ഈ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത്. എൻ്റെ പേര് മെർലിൻ മാത്യു. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. എൻ്റെ അമ്മ AKTയുടെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഫസ്റ്റ് ഇയറിൽ 6 കോഴ്സാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ എംബ്രോയിഡറി, അരിവർക്ക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഇയറിൽ നമ്മളെ പഠിപ്പിക്കും. പിന്നെ ഞങ്ങളെ ചെറിയ മെഷീൻ തൊട്ട് വലിയ മെഷീൻ വരെ ഫസ്റ്റ് ഇയറിൽ പരിചയപ്പെടുത്തി അതിലെല്ലാം എക്സ്പേർട്ട് ആക്കുന്ന രീതിയിൽ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. AKTA ടൈലറിംഗ് പാർക്കിൽ ഇന്റേൺഷിപ്പിന് പോയപ്പം അവിടെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ വിൽകോം എന്നുള്ള സോഫ്റ്റ്വെയർ എനിക്ക് പഠിക്കാനും കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഡിസൈനാണിത്. വിൽകോമിൽ ഞാൻ സ്വന്തമായിട്ട് വരച്ച് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡിസൈനാണിത്. ഇതിന്റെ ഭാഗമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു എനിക്ക് നല്ല സന്തോഷം. FDGT എന്ന് പറയുന്ന ഫാഷൻ ടെക്നോളജി കോഴ്സ് AKT ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ അപ്ഡേറ്റഡ് ആയിട്ട് 2019 പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം FDGTയുടെ ഫസ്റ്റ് ഇയറിലെ 6 സിലബസും സെക്കൻഡ് ഇയറിലെ 7 സിലബസും കൃത്യമായി 2 വർഷവും എല്ലാ എക്യുപ്മെന്റ്സോടും കൂടി സാങ്കേതിക വിദ്യയിൽ നിന്ന് നൂതനമായ എല്ലാ കാര്യങ്ങളോടുകൂടി പരിശീലിപ്പിക്കുന്നതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് തയ്യൽ മേഖലയിലേക്ക് ആദ്യം കടന്നു വന്ന ചവിട്ടി കറക്കുന്ന തയ്യൽ മെഷീനിൽ നിന്ന് തുടങ്ങി അതിന്റെ പ്രാക്ടിക്കല് അതിന്റെ തൊട്ടടുത്ത് അംബ്രല മെഷീനിൽ പോയി അവിടുന്ന് അത് ഇൻഡസ്ട്രിയൽ മെഷീനായ പവർ മെഷീനിൽ പോയി ആ നിലയിൽ അവരെ പൂർണ്ണ തോതിൽ പാറ്റേൺ മേക്കിംഗ് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഇന്ന് നൂതനമായി നിർമ്മിക്കത്തക്ക രീതിയിൽ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഇതിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഇതിന്റെ ഓരോ ട്രയൽ റൂമുകളിലും കമ്പ്യൂട്ടറിൻ്റെതായിരുന്നാലും പ്രാക്ടിക്കലിൻ്റെതായിരുന്നാലും പാറ്റേൺ മേക്കിങ്ങിനായിരുന്നാലും ഇന്ന് ഈ മേഖലയിൽ തയ്യൽ തൊഴിൽ എത്ര കണ്ട് ആധുനികപ്പെട്ടിട്ടുണ്ടോ അതിനാവശ്യമായി ഇന്ന് ലോകത്ത് കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പ്രാപ്തരാക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെയാണ് പഴയ തയ്യൽ തൊഴിലാളികളായിട്ടുള്ളവര് ഇന്നത്തെ ടെക്നോളജി മനസ്സിലാക്കാൻ കഴിയാഞ്ഞുകൊണ്ട് തൊഴിൽ മേഖല വിട്ടുപോകുന്നവരെ വിട്ടുകളയാതെ അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതേ കോളേജിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പരിശീലന സെന്ററും കൂടെ ഇതിന്റെ അടുത്ത റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വളരെയധികം സംശയത്തോടെയാണ് തൊഴിലാളികൾ ഇതിനെ വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ടോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആ ജില്ലയിലെ യൂണിറ്റ് തലം മുതലുള്ള പ്രവർത്തകരെ വിളിച്ചു ചേർക്കുകയും 5000-ലധികം പ്രവർത്തകർ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യതയോടുകൂടി വിവരിച്ചു കൊടുക്കുകയും അതിന്റെ നേട്ടങ്ങൾ തൊഴിലാളികളിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ
മുഴുവൻ തൊഴിലാളികളെയും, മറ്റ് ഒരു ജില്ലയ്ക്കും കഴിയാത്ത രീതിയിലേക്ക് മുഴുവൻ തൊഴിലാളികളെയും അതിന്റെ ഭാഗമാക്കി എടുക്കാനും കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ലയായി തൃശ്ശൂർ ജില്ലയ്ക്ക് മാറാനും സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആദ്യമായി 100 കോടി തികച്ച ജില്ല എന്ന നിലയിൽ ഒരു കാർ സമ്മാനമായി വാങ്ങാനും ഒക്കെ കഴിഞ്ഞ ജില്ലയായിട്ടാണ് തൃശ്ശൂർ ജില്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. മുഴുവൻ തൊഴിലാളികൾ ഇന്ന് അതിൽ ഭാഗവാക്കായി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് വലിയ ഉയർച്ചയുണ്ടാകുകയും സംഘടന കേരളത്തിലാകെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയായി തൃശ്ശൂർ ജില്ലയെ മാറ്റിയെടുക്കാനും കഴിയുമെന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഇതിന്റെ ഒരു ഡയറക്ടറായി പ്രവർത്തിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന വസ്തുതകളിൽ ഒന്നാണ്. ഇതിനെല്ലാം നമ്മുടെ ജനറൽ സെക്രട്ടറി MC ബാബു കൃത്യമായി ആ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള